എല്ലാവർക്കും കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് കാപ്പൻ. ഇന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന നമ്മുടെ സീരീസിലെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സീരീസിലൂടെ PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ ചോദ്യമാണ് നമ്മൾ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ ചോദ്യം ഏതാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് ലഭിക്കുകയും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 300 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും? എങ്ങനെ ഈ കണക്ക് ചെയ്യുന്നേ? നമുക്ക് പെട്ടെന്ന് ഈ കണക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ് കിട്ടുന്നത് അല്ലേ? ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും. ഒരു ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് പോകും. ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും, ഒരെണ്ണം തെറ്റിപ്പോയാൽ 1 മാർക്ക് പോകും. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടിക്ക് 300 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടിക്ക് 300 മാർക്ക് കിട്ടി എങ്കിൽ ഈ കുട്ടി എത്ര ശരിയുത്തരങ്ങൾ എഴുതി എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ. 100 എണ്ണം ഉത്തരം എഴുതി കുട്ടി അല്ലേ? അപ്പോൾ ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാണ്? 100 എണ്ണം ഉത്തരം എഴുതിയത് 100ഉം ശരിയാണെന്നോർത്താണ്. അപ്പോൾ ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാണ്? ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് 400 മാർക്കാണ്. എന്താ കാരണം? ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും. അപ്പം 100 എണ്ണം അറ്റൻഡ് ചെയ്ത കുട്ടി 100ഉം ശരിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം 100 × 4 400 മാർക്കാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കിട്ടിയത് 300 മാർക്കാണ്. അതായത് 100 മാർക്ക് പോയി, ശരിയല്ലേ? 100 മാർക്ക് പോയി. ഇത്രയും വ്യക്തമാണോ? ഒരു ശരിക്ക് 4 മാർക്ക്, ഒരു തെറ്റിന് 1 മാർക്ക് പോകും. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടിക്ക് 300 മാർക്ക് കിട്ടി അല്ലേ? നമുക്കറിയാം 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്നത് മുഴുവൻ മാർക്കാണ് അല്ലേ? 100 × 4 400 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം ശരിയാണെന്ന് ഓർത്താൽ 100 ഉത്തരം എഴുതിയത്. എന്നാൽ കിട്ടിയത് 300 മാർക്ക്. അപ്പോൾ 100 മാർക്ക് പോയി. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഓർത്തേ, ഒരു ഉത്തരം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകും? ഒരു ഉത്തരം തെറ്റിപ്പോയാൽ കിട്ടേണ്ട 4 മാർക്കും പണിഷ്മെൻ്റ് ഒന്നും 5 മാർക്ക് പോകും, ശരിയാണോ? ഒരെണ്ണം എഴുതിയില്ലെങ്കിൽ 4 മാർക്കേ പോകത്തുള്ളൂ. പക്ഷെ ഒരെണ്ണം തെറ്റിപ്പോയാലോ കിട്ടേണ്ട 4 പണിഷ്മെൻ്റ് ഒന്നും കൂടെ പോകും, അതായത് 5 മാർക്ക് പോകും. അപ്പോൾ ഇവിടെ 100 മാർക്കാണ് കുട്ടിക്ക് പോയത്. ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്ക് പോകും. അപ്പോൾ 100 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 100/5 = 20 എണ്ണം തെറ്റി എന്നല്ലേ അർത്ഥം? ഒരെണ്ണം തെറ്റിയാൽ 5 മാർക്കാണ് പോകുന്നത്. അപ്പം 100 മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ 100/5 20 എണ്ണം തെറ്റിപ്പോയെന്ന് അർത്ഥം. അപ്പം 100 ചോദ്യത്തിൽ 20 എണ്ണം തെറ്റിപ്പോയി. അപ്പം ശരിയാക്കിയവയുടെ എണ്ണം 80 ആണ്. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? 80. കണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം. ഒരു മനക്കണക്കായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. ഞാൻ ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോ. 100 എണ്ണം അറ്റൻഡ് ചെയ്ത കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് 400 മാർക്കാണ്. കാരണം എല്ലാം ശരിയാണെന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. ഒരു ശരിക്ക് 4 മാർക്ക് ആയതുകൊണ്ട് 400 മാർക്ക് പ്രതീക്ഷിച്ചു. കിട്ടിയത് 300. അപ്പം 100 മാർക്ക് എവിടെയോ പോയി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒരെണ്ണം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകുമെന്ന് മനസ്സിലാക്കണം. ഒരെണ്ണം തെറ്റിപ്പോയാൽ കിട്ടേണ്ട 4 മാർക്കും പണിഷ്മെൻ്റ് ഒന്നും 5 മാർക്ക് പോകും. ഒരെണ്ണം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കിട്ടേണ്ട 4 മാർക്ക് മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ഒരെണ്ണം തെറ്റിപ്പോയാലോ കിട്ടേണ്ട 4 മാർക്കും പോകും, പണിഷ്മെൻ്റ് ഒന്നും പോകും, അതായത് 5 മാർക്ക് പോകും. ഇവിടെ 100 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 100/5 20 എണ്ണം തെറ്റിപ്പോയെന്ന് അർത്ഥം. 100 എണ്ണത്തിൽ 20 എണ്ണം തെറ്റിപ്പോയാൽ ശരിയായവയുടെ എണ്ണം 80 ആണ്. കണ്ടോ? എളുപ്പത്തിൽ ചെയ്ത് കണ്ടോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കഴിയുമ്പോൾ നല്ല പക്കയാകും. നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് ലഭിക്കുകയും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 25 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 75 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണും? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്ക് പോകും, പണിഷ്മെൻറ്റ്. ഓക്കെ. ആകെയുള്ള 25 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പം 75 മാർക്ക് കിട്ടി. എത്ര ശരി ഉത്തരം എഴുതി കാണുന്ന ചോദ്യം. ഇതേ പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, 25 എണ്ണവും അറ്റൻഡ് ചെയ്ത ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് ആദ്യം കാണണം. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കാണ്. അപ്പോൾ 25ഉം അറ്റൻഡ് ചെയ്തതിന് കാരണം എല്ലാം ശരിയാണെന്ന് ഉദ്ദേശിച്ചാൽ. അപ്പോൾ ആ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് 25 × 4 100 അല്ലെ? 100 മാർക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കിട്ടിയതോ 75 മാർക്കാണ്. അപ്പോൾ 25 മാർക്ക് പോയി. 25 മാർക്ക് എവിടെയോ പോയി, ശരിയല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. പോയ മാർക്ക് 25.
ഇനി നമുക്കറിയാം ഒരെണ്ണം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കുക. ഒരെണ്ണം തെറ്റിപ്പോയാൽ കിട്ടേണ്ട 4 മാർക്കും പണിഷ്മെൻ്റ് ഒന്നും പോവും. അതായത് ഒരെണ്ണം തെറ്റിപ്പോയാൽ 5 മാർക്ക് പോവും. അപ്പോൾ 25 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 25/5 5 എണ്ണം തെറ്റിപ്പോയെന്ന അർത്ഥം. ശരിയല്ലേ? അപ്പോൾ ആകെയുള്ള 25 ചോദ്യത്തിൽ 5 എണ്ണം തെറ്റിപ്പോയാൽ ശരിയായത് 20 ചോദ്യങ്ങൾ. എളുപ്പമല്ലേ ചെയ്യാൻ? എന്ത് പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി നോക്കിയേ. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക് ലഭിക്കുകയും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 200 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരി ഉത്തരങ്ങൾ എഴുതി കാണും? അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു ശരിക്ക് 4 മാർക്ക്, ഒരു തെറ്റിന് 1 മാർക്ക് കുറയും. ആകെയുള്ള 200 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചു. 200 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചു. ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പോൾ നമുക്കറിയാം ചെയ്യാൻ 200 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് കാണണം അല്ലേ? ഒരു ശരിക്ക് 4 മാർക്ക്. അപ്പോൾ 200 ശരിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 200 × 4 800 മാർക്ക് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കിട്ടിയത് 200 മാർക്കാണ് അല്ലേ? അപ്പോൾ 600 മാർക്ക് പോയി എന്ന അർത്ഥം. 600 മാർക്ക് പോയി. 600 മാർക്ക് പോയി എന്ന് മനസ്സിലായി. ഇത്രയും വ്യക്തമാണല്ലോ. ഇനി നോക്കുക, ഒരെണ്ണം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകും എന്ന് ആലോചിക്കുക. 4 മാർക്ക് കിട്ടേണ്ട മാർക്കും 1 മാർക്ക് പണിഷ്മെൻറ്റും 5 മാർക്ക് പോകും ഒരെണ്ണം തെറ്റിപ്പോയാൽ. അപ്പോൾ 600 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 600/5 = 120 എണ്ണം തെറ്റിപ്പോയി എന്ന അർത്ഥം. അപ്പോൾ ആകെയുള്ള 200 ചോദ്യത്തിൽ 120 എണ്ണം തെറ്റിപ്പോയാൽ 80 എണ്ണമായിരിക്കും ശരിയാക്കിയത്. അപ്പോൾ ആ കുട്ടി ശരിയാക്കിയ ഉത്തരങ്ങൾ 80 ചെയ്തത് എല്ലാവർക്കും വ്യക്തമല്ലേ? അടുത്ത ചോദ്യം. ഒരു പരീക്ഷയിൽ ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് ലഭിക്കുകയും തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 200 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും? ക്വസ്റ്റ്യൻ വ്യക്തമാണല്ലോ. നമുക്ക് നോക്കാം. ഒരു ശരിക്ക് 3 മാർക്കാണ് ഇവിടെ കിട്ടുന്നത്. ഒരെണ്ണം തെറ്റിപ്പോയാൽ 1 മാർക്ക് പോകും. ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ കിട്ടിയ മാർക്ക് 200 മാർക്കാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് ആദ്യം കണ്ടുപിടിക്കണം. ശരിയല്ലേ? എല്ലാം ശരിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം 100 × 3 300 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. 100 എണ്ണവും ശരിയാണെന്ന് ഓർത്താണ് എന്ത് ചെയ്തേക്കുന്നത്? ഉത്തരം എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു ശരിക്ക് 3 മാർക്കാണ്. 100 എണ്ണവും ശരിയാണെങ്കിൽ 300 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കിട്ടിയ മാർക്ക് 200. അപ്പോൾ നമുക്ക് മനസ്സിലായി 100 മാർക്ക് പോയി. 100 മാർക്ക് പോയി. ഇനി ഒരെണ്ണം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകും നോക്കാം. ഒരെണ്ണം തെറ്റിപ്പോയാൽ കിട്ടേണ്ട 3ഉം പണിഷ്മെൻ്റ് 1 4 മാർക്ക് പോകും ഒരെണ്ണം തെറ്റിപ്പോയാൽ. അപ്പോൾ 100 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 100/4 = 25 എണ്ണം തെറ്റിപ്പോയി എന്ന അർത്ഥം. ആകെയുള്ള 100 ചോദ്യത്തിൽ 25 എണ്ണം തെറ്റിപ്പോയാൽ ശരിയായ ചോദ്യങ്ങളുടെ എണ്ണം 75. അടുത്ത ചോദ്യം. ഒരു പരീക്ഷയിൽ ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും 2 തെറ്റിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 150 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 90 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും? എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട് ചോദ്യത്തിന് അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ. ഒരു ശരിക്ക് 1 മാർക്ക് കിട്ടും. 2 തെറ്റിനാണ് 1 മാർക്ക് പോകുന്നത്. ഒരു ശരിക്ക് 1 മാർക്ക് കിട്ടും. 2 തെറ്റിനാണ് 1 മാർക്ക് പോകുന്നത്. അപ്പോൾ ഒരു തെറ്റിന് അര മാർക്കല്ലേ പോകുന്നത്? വ്യക്തമല്ലേ? ഒരു ശരിക്ക് 1 മാർക്കുണ്ട്. 2 തെറ്റിന് 1 മാർക്ക് പോകും. അപ്പോൾ ഒരു തെറ്റിന് അര മാർക്ക്. ഇനി ആകെയുള്ള 150 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 90 മാർക്ക് കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും തന്നിട്ടുണ്ട് ചോദ്യത്തിൽ അല്ലേ? എത്ര ശരിയുത്തരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 150 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് ആദ്യം കാണണം അല്ലേ? പ്രതീക്ഷിക്കുന്ന മാർക്ക് 150 × 1 150 മാർക്കാണ്. എന്നാൽ കിട്ടിയ മാർക്ക് എത്രയാ? 90 മാർക്ക് അല്ലേ? അപ്പോൾ എത്ര മാർക്ക് പോയി? 60 മാർക്ക് എവിടെയോ പോയി. ക്ലിയർ ആണല്ലോ? അതായത് 150 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് 150. കാരണം ഒരു ശരിക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. 150 മാർക്ക് കുട്ടിക്ക് കിട്ടിയത് 90 മാർക്കാണ്. അതായത് 60 മാർക്ക് പോയി. ഇനി ഒരെണ്ണം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകും? ഒരെണ്ണം തെറ്റിപ്പോയാൽ കിട്ടേണ്ട 1 മാർക്കും പണിഷ്മെൻ്റ് അര മാർക്കും. അതായത് 1.5 മാർക്ക് പോകും ഒരെണ്ണം തെറ്റിപ്പോയാൽ അല്ലേ? അപ്പോൾ 60 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 60/1.5 = 40 എണ്ണം തെറ്റിപ്പോയെന്ന അർത്ഥം. ശരിയാണോ? അപ്പോൾ 150 എണ്ണത്തിൽ 40 എണ്ണം തെറ്റിപ്പോയാൽ ശരിയായത് എത്രയാ? 110 എണ്ണം. അപ്പോൾ ശരി ഉത്തരങ്ങളുടെ എണ്ണം 110 ആണ്. വ്യക്തമല്ലേ? നമ്മുടെ അടുത്ത ചോദ്യം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഇതാണ്.
ഒരു പരീക്ഷയിൽ ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും 3 തെറ്റിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. ഒരു കുട്ടി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ 60 മാർക്ക് ലഭിച്ചുവെങ്കിൽ എത്ര ശരിയുത്തരങ്ങൾ എഴുതി കാണും? ഓക്കെ, നോക്കാം നമുക്ക്. ഒരു ശരിക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. 3 തെറ്റിനാണ് 1 മാർക്ക് പോകുന്നത്. അപ്പോൾ ഒരു തെറ്റിന് പോകുന്ന മാർക്ക് 1/3. വ്യക്തമല്ലേ? ഒരു ശരിക്ക് 1 മാർക്കുണ്ട്, 3 തെറ്റിന് 1 മാർക്ക് പോകുമെങ്കിൽ ഒരു തെറ്റിന് പോകുന്ന മാർക്ക് 1/3. ഇനി ആകെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയപ്പോൾ കിട്ടിയ മാർക്ക് 60 മാർക്കാണ്. ശരിയല്ലേ? 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ കുട്ടി പ്രതീക്ഷിക്കുന്ന മാർക്ക് എത്രയാ? 100 × 1 100 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം ശരിയാണെന്ന് ഓർത്താണ് അറ്റൻഡ് ചെയ്തത് അല്ലേ? ഒരു ശരിക്ക് 1 മാർക്ക്. അപ്പം 100 എണ്ണം ശരിയാണെങ്കിൽ 100 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടിയ മാർക്ക് 60ആണ്. അപ്പോൾ നമുക്കറിയാം 40 മാർക്ക് പോയി. 40 മാർക്ക് പോയി. ശരിയാണോ? ഒരെണ്ണം തെറ്റിപ്പോയാൽ എത്ര മാർക്ക് പോകും? ശ്രദ്ധിക്കണം. ഒരെണ്ണം തെറ്റിപ്പോയാൽ 1 1/3 മാർക്ക് പോകും. ശരിയല്ലേ? 1/3 മാർക്ക്, അതായത് 4/3 മാർക്കാണ് ഒരെണ്ണം തെറ്റിപ്പോയാൽ പോകും. കിട്ടേണ്ട 1 മാർക്കും പണിഷ്മെന്റ് ആയിട്ട് 1/3 മാർക്ക് പോകും. 1/3 മാർക്ക് പോകും. അതായത് മിശ്ര ഭിന്നത്തെ മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 4/3 മാർക്ക് പോകും. ഇവിടെ 40 മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ 40 / 4/3 മാർക്ക് ഈക്വൽ ടു 40 × 3/4, അതായത് 30 എണ്ണം തെറ്റിപ്പോയെന്ന അർത്ഥം. ശരിയല്ലേ? ഒരു തെറ്റിന് 4/3 മാർക്ക് പോകും. 40 മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 40/4/3, അതായത് 30 എണ്ണം തെറ്റിപ്പോയെന്ന അർത്ഥം. അപ്പോൾ ആകെയുള്ള 100 ചോദ്യത്തിൽ 30 എണ്ണം തെറ്റിപ്പോയാൽ ശരിയായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം 70. അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം ഇനി ചോദിച്ചാൽ പെട്ടെന്ന് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു മോഡൽ ചോദ്യവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്